ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 60 പേർക്കുള്ള ചിക്കൻ ദം ബിരിയാണിയാണ്. ഇതൊരു കാറ്ററിംഗ് വീഡിയോ ആണ്. നമ്മളിവിടെ വെച്ച് ഫുഡ് ഉണ്ടാക്കി അവിടെ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ബിരിയാണിക്ക് ആവശ്യമുള്ള ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചിക്കൻ നമ്മൾ പൊരിച്ചിട്ടാണ് ബിരിയാണി വെക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നമുക്ക് മാറ്റിവെക്കാം. പിന്നെ ഇതിൻ്റെ ചേർക്കുന്നതിൻ്റെ അളവുകളും ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള അരിഞ്ഞ് മാറ്റാം. പിന്നെ ചിക്കൻ ബിരിയാണി ദം ചെയ്യാൻ നേരത്തിടുന്ന സവാളയാണ് ഞാൻ ആദ്യം മൊരിച്ചെടുക്കുന്നത്. ആ എണ്ണയിൽ തന്നെയായിരിക്കും ചിക്കനും നമ്മൾ പൊരിക്കുന്നത്. അപ്പോൾ നമുക്ക് സവാള പൊരിച്ചെടുക്കാം. സവാള നല്ല ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് മൊരിച്ചെടുക്കേണ്ടതാണ്. അതിനുശേഷം അതിൽ തന്നെ കശുവണ്ടി, കിസ്മിസ് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. പിന്നെ ഓവർ കരിഞ്ഞു പോരുത്, നേരിയതായിട്ടൊന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഇതും ബിരിയാണി ദം ചെയ്യാൻ നേരത്ത് അതിലിട്ട് കൊടുക്കേണ്ട സാധനങ്ങളാണ്. ഇനി നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് സവാള നല്ലോണം വാട്ടിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക്, വെളുത്തുള്ളി ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി അരച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് തൈര് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, അതിനുശേഷം കറി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിച്ചീര, പിന്നെ മുറിച്ചു വെച്ച പൈനാപ്പിളും ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മല്ലിയില, പുതിന, വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ബിരിയാണിക്കുള്ള അരി വറ്റിച്ച് മാറ്റലാണ്. അരി വറ്റിച്ച് മാറ്റാനായിട്ട് ഞാൻ ആദ്യം തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം. അതിലേക്ക് കറി മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് ഡാൽഡ പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ഇടാം. അതിനു മുമ്പായിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ ബർണറിൻ്റെ അവിടെ നമുക്ക് മാവ് വെച്ച് കൊടുക്കാം. മാവില്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയാണെങ്കിലും ചുറ്റി കൊടുത്താൽ മതി. ഇത് തീ ആളിക്കത്താണ്ടിരിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ചോറ് അടിപിടിക്കുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ പക്കത്തേക്ക് ഇപ്പോൾ വേവിച്ച ചോറിട്ട് കൊടുക്കാം.
നമ്മൾ ദമ്മിടാൻ നേരത്ത് ഓരോ ലെയർ ആയിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയറാണ് നമ്മൾ ഈ ചോറിട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കണം. ഓവർ പ്രസ് ചെയ്ത് കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് റൈസ് കട്ടർ കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി അതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ ആദ്യം മൊരിയിച്ച സവാള, കശുവണ്ടി, കിസ്മിസ്, പിന്നെ മുറിച്ച് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മല്ലിച്ചീര, പുതിന ചേർത്ത് കൊടുക്കാം. പിന്നെ കളർ കലക്കിയത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ റെഡിയാക്കാം. അതും നേരത്തെ ചോറ് ഇതാക്കിയ മാതിരി തന്നെ കറക്റ്റ് ലെവൽ ചെയ്ത് അത് റൈസ് കട്ടർ കൊണ്ട് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ മല്ലിച്ചീര, പുതിന, പിന്നെ സവാള മുരിയിച്ചത്, കശുവണ്ടി, കിസ്മിസ് ഇതിന്റെ പൊക്കത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ പൈനാപ്പിൾ. ഇനി നമുക്ക് അവസാനമായിട്ട് പൈനാപ്പിൾ എസൻസ് പിന്നെ ബിരിയാണി എസൻസ് ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. അതിനുശേഷം 6 kg ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതിനി ദമ്മിടാം. നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് നമ്മൾ ഓർഡർ മുഖേന ചെയ്തു കൊടുക്കുന്നതാണ്. അതിനായിട്ട് കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.